ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫ്യൂ മന്ത്സ് ആയിട്ടോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടെക്നിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാട്ടോ വീഡിയോസ് ഒന്നും ഇടഞ്ഞത്. കുറേ ആൾക്കാർ കമൻസിലൊക്കെ ചോദിച്ചിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. സോ ഇന്ന് നമ്മൾ ടെക്നിക്ക് എന്താ, പറ ടെക്നിക്ക്. ഇപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കണ്ടില്ലേ, അവളോട് കാത്തിരിക്കാൻ പറ, അവനോട് വിളിക്കാൻ പറ, അവളോട് പുഞ്ചിരിക്കാൻ പറ, അതുപോലെ അവളോട് വിശ്രമിക്കാൻ പറ. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു വേർഡ് ഉപയോഗിക്കും. ആ വേർഡ് പഠിച്ചു വെച്ചാൽ നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്കത് പെട്ടെന്ന് മൈൻഡിലോട്ട് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അത് ഏതാണ് വേർഡ് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സോ ഗായ്സ്, അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ടെൽ. ടെൽ എന്ന് പറഞ്ഞാൽ എന്താ, പറയുക, ടോൾഡ്, പറഞ്ഞു, അങ്ങനെയൊക്കെ നമുക്കറിയാം അല്ലേ. പക്ഷേ ഈ ടെൽ എങ്ങനെയാണ് നമുക്ക് സെൻറ്റൻസിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ എന്തൊരു കാര്യം പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെയാണ് നോക്കാം. സോ നമ്മുടെ സെൻറ്റൻസ് എങ്ങനെയാണ്, അവനോട് പോകാൻ പറ, അവളോട് വിളിക്കാൻ പറ, അവനോട് വരാൻ പറ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലേ. ഇങ്ങനെ പറയാനായിട്ട് നമ്മൾ ആദ്യം എന്താണ് സ്ട്രക്ചർ എങ്ങനെയാണ്, ടെൽ പ്ലസ് പേഴ്സൺ പ്ലസ് ടു പ്ലസ് വെർബ്. ടെൽ ആദ്യം കൊടുക്കുക, എന്നിട്ട് ആരോടാണ് എന്നുള്ള കാര്യം കൊടുക്കുക. ടു പ്ലസ് നമ്മൾ എന്താണ് ആക്ഷൻ, പോകാനാണോ വരാനാണോ വിളിക്കാനാണോ എന്നുള്ള ആക്ഷൻ ലാസ്റ്റ് കൊടുക്കുക. ഞാനൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ടെൽ എന്ന് പറഞ്ഞാൽ എന്താ, മെയിൻ വെർബാണ് കേട്ടോ. അതാണ് നമ്മുടെ ഗിവിങ് ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. പിന്നെ എന്താ, പേഴ്സൺ എന്താ, ആരോടാണോ സംസാരിക്കുന്നത്, നമ്മൾ ആരോടാണോ ഈ കാര്യം പറയുന്നത് എന്നുള്ളത് നമുക്ക് പേഴ്സൺ, ആരോടാണ്, ഹിം, ഹെർ, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പേഴ്സണിൽ ഉൾപ്പെടുത്താം. അതാണ് ഇവിടെ ദ പേഴ്സൺ ഹു യു ആർ സ്പീക്കിംഗ് ടു ഓർ എബൌട്ട്. ഹിം, ഹെർ, ദം, മീ, അതുപോലെ ജോൺ, ദ ടീച്ചർ, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്താണ് കേട്ടോ. പിന്നെ ടു പ്ലസ് വെർബ്, ദ ആക്ഷൻ യു വാണ്ട് ദാറ്റ് പേഴ്സൺ ടു ഡു. എന്ത് ആക്ഷനാണോ നിങ്ങൾ പറയുന്നത് ആ ആക്ഷനാണ് നമ്മൾ ലാസ്റ്റ് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ മനസ്സിലായോ, വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട്. ബേസിക് മുതലാണ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അല്ല, മറ്റു വീഡിയോസൊക്കെ കാണുക, നിങ്ങളെ സജഷൻസൊക്കെ അറിയിക്കട്ടോ. ഇനി നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോകാം. അവളോട് വരാൻ പറ. അപ്പോൾ നമ്മുടെ സ്ട്രക്ചറിൽ പറഞ്ഞ പോലെ എങ്ങനെയാണ് പറയാം, ടെൽ ഹെർ ടു കം. ടെൽ ഫസ്റ്റ്, ഹെർ പേഴ്സൺ ആരോടാണോ, ടു പ്ലസ് കം. അതുപോലെ അവരോട് ഇരിക്കാൻ പറ, ടെൽ ദം ടു സിറ്റ്. ഇങ്ങനെയാണ് കേട്ടോ ഓരോ സെൻറ്റൻസ് വരുന്നത്. ഈ സെൻറ്റൻസുകളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസാണ് കേട്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അവളോട് കാത്തിരിക്കാൻ പറ, എങ്ങനെ പറയാം, ടെൽ ഹെർ ടു വെയിറ്റ്. അതുപോലെ അവരോട് നിർത്താൻ പറ, ടെൽ ദം ടു സ്റ്റോപ്പ്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ നെക്സ്റ്റ് എക്സാമ്പിൾ. അവനോട് വിളിക്കാൻ പറ, ടെൽ ഹിം ടു കോൾ. അതുപോലെ അവളോട് പുഞ്ചിരിക്കാൻ പറ, അവളോടൊന്ന് ചിരിക്കാൻ പറ, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയാം, ടെൽ ഹെർ ടു സ്മൈൽ. കൂടുതൽ എക്സാമ്പിൾസ് പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കണില്ല. ലാസ്റ്റ് സെഷനിൽ ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട്, അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളെ സജഷൻസൊക്കെ അറിയിക്കുക, നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിക്കേ, അവനോട് വേഗം പോകാൻ പറ, ടെൽ ഹിം ടു ഹറി അപ്പ്. അതുപോലെ അവരോട് കേൾക്കാൻ പറ, അവരോട് എന്നെ ഒന്ന് കേൾക്കാൻ പറ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം, ടെൽ ദം ടു ലിസൺ. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സെൻറ്റൻസൊക്കെ പറയാൻ ശ്രമിക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് വരേണ്ടത് പറ എന്ന് കേൾക്കുമ്പോൾ ടെൽ എന്ന വേർഡാണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണും, എന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ള സ്ട്രക്ചറൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഈ ടാസ്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, സജഷൻസൊക്കെ കമൻസായിട്ട് അറിയിക്കുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.